ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബാത്റൂം ക്ലീനറാണ്. ബാത്റൂം ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഹാർപ്പിക്കൊക്കെ പോലെയുള്ള ക്ലീനിങ് ലിക്വിഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ എടുത്തിരിക്കുന്നത് 7 ലിറ്റർ വെള്ളമാണ്. സാധാ വെള്ളം, നോർമൽ വാട്ടർ 7 ലിറ്റർ. പിന്നെ അതിൻ്റെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ്. ഇത് ആസിഡ് സ്ലറിയാണ്. ഇതെടുത്തിരിക്കുന്നത് 1000 ഗ്രാമാണ്. പിന്നെ ഫോസ്ഫോറിക് ആസിഡ് അതെടുത്തിരിക്കുന്നത് 500 ഗ്രാമാണ്. ഓക്സാലിക് ആസിഡ് 200 ഗ്രാമാണ്. ബെൻസാൻ ക്ലോറിയം 25 മില്ലി ഇതാണ്. പിന്നെ അതിൻ്റെ പെർഫ്യൂം, പിന്നെ കളറ് 2 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരുമിച്ച് മിക്സ് ചെയ്യലാണ് ആദ്യത്തെ പരിപാടി. അതിന് 7 ലിറ്റർ വെള്ളത്തിലേക്ക് ഈ സാധനം ഇങ്ങനെ പൊട്ടിച്ച്, കുറച്ച് തിക്കായിട്ടുള്ള സാധനമാണ്, നല്ലോണം തിക്കായിട്ടുണ്ട്. സാധനം പൊട്ടിച്ച് നല്ല ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ ഇങ്ങനെ നല്ലോണം മിക്സാക്കി കൊടുക്കുക. പായസം ഇളക്കുന്നവർ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മെല്ലെ 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 ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊണ്ടുവരണം. ഇതൊക്കെ കംപ്ലീറ്റ് ഇതിൽ മിക്സ് ആവണം. ഇതുണ്ടോ, ഇത് മൊത്തമായിട്ട് മിക്സ് ആവണം. ഇതിൽ നന്നായിട്ട് മിക്സ് ആവണം. നന്നായി ഇളക്കിയതിന് ശേഷം നല്ല പതയൊക്കെ വരുന്നുണ്ട്. അതിന് ശേഷം ഫോസ്ഫോറിക് ആസിഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കണം കേട്ടോ. ഫോസ്ഫോറിക് ആസിഡ് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ടെടുത്ത് അയ്യോ ഇങ്ങനെ ഇട്ടെടുക്കുക. അയ്യോ നല്ല രസമുണ്ടല്ലേ കാണാൻ. വീണ്ടും ഇളക്കുക. ഇങ്ങനെ ഇളക്കുക. വീണ്ടും കുറച്ച് നേരം ഇങ്ങനെ ഇളക്കുക. അത് നമ്മളൊരു 10 മിനിറ്റോളം ഈ സ്ലറി ഇതിൽ ഇളക്കിയിട്ടുണ്ട്. 10 മിനിറ്റ് അല്ല, ഒരു 15 മിനിറ്റ് ഇളക്കിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ആഹാ, ഇളക്കിയിട്ട് അതിന് ശേഷം എന്ത് സാധനം, ഓക്സാലിക് ആസിഡ് 200 ഗ്രാമാണിത്. ഇത് ഒഴിച്ചെടുക്കുക. ഇതും ഒഴിച്ചെടുത്തിട്ട് പിന്നെ ഇളക്കുക. മെയിനായിട്ട് ഇളക്കലാണ് കാര്യം. പിന്നെ ഇളക്കുക. ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ തിക്നെസ് കൂടുന്നുണ്ട്. ഒരു ഇളക്കുമ്പോൾ ടൈറ്റായി വരുന്നുണ്ട് കേട്ടോ. നന്നായി ടൈറ്റായി വരുന്നുണ്ട് ഇളക്കുമ്പോൾ. അപ്പോൾ ഇത് നന്നായി കട്ട് ചെയ്യുന്നുണ്ട്. ഇതുണ്ടല്ലേ, വെള്ളത്തിൻ്റെ ഇതൊക്കെ പോയി നന്നായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഹാർപ്പിക് ലിക്വിഡിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട് ഇതിന്. അതിനുശേഷം നമ്മൾ ഒഴിക്കേണ്ട സാധനമാണ് ഇത്. ബെൻസാൻ ക്രോമിയം ക്ലോറൈഡ് പറയുന്ന ഒരു 25 മില്ലി ഉള്ളൂ 7 ലിറ്ററിന്. അത് നല്ല ഇതിലേക്ക് വെച്ചെടുക്കുക.
അതൊഴിച്ചിട്ട് നന്നായി ഇളക്കുക, പിന്നെ ഇളക്കുക, ഇളക്കി ഇളക്കി ഇളക്കി. ഇത് കളറാണ്, നമ്മൾ ഹാർപ്പിക്കിൻ്റെ ഒക്കെ കളറാണ്. ഇത് നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കുക ചെയ്യേണ്ടത്. മൊത്തം 2 ഗ്രാം കളർ ഉണ്ടാവുള്ളൂ 7 ലിറ്റർ വെള്ളത്തിന്. ഇതിൽ മിക്സ് ചെയ്യണ്ടേ കൈ കൊണ്ട്? അവിടെ ഇരുത്തണം. ഇത് മിക്സ് ചെയ്യാം, നന്നായിട്ട് മിക്സ് ചെയ്യാം. കളർ നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കൊണ്ട് വെച്ച് കൊടുക്കുക. ആഹാ, ചിത്രം വരക്കട്ടെ. അതിൽ ഇത് വെച്ചാൽ മതി. ഇത് പിന്നെ പെർഫ്യൂമാണ്. ലാസ്റ്റ് നമ്മൾ പെർഫ്യൂം വെച്ച് കഴുകാൻ പോവാണ്. 25 മില്ലി പെർഫ്യൂമാണ്. എന്നിട്ട് ഇറക്കി വെക്കി. ആഹാ, നല്ല സ്മെല്ല്. ഇത് മിക്സ് ചെയ്യാം, നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാ സാധനവും നന്നായിട്ട് ഇളക്കിയത് ഇളക്കി 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 നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഒരു 10 മിനിറ്റ് ഇളക്കുക. 10 മിനിറ്റ് വരെ 20 മിനിറ്റ് ഇളക്കുക. ഇളക്കി 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 കൊണ്ടിട്ട് അങ്ങനെ നമ്മളെ സാധനം റെഡി ആയിരിക്കുകയാണ്. ഒരു 2 മണിക്കൂർ നമ്മളിതിനെ വെറുതെ വെച്ചത് ഈ പതയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ നല്ല തെളിയായിട്ട് വരും. ഇത് ഏകദേശം ഞാനിത് ഉണ്ടാക്കിയ ചിലവ് വന്നത് ഏകദേശം 130 രൂപയാണ്. ഏകദേശം ഒരു 6-7 ബോട്ടിൽ നമുക്കിത് കിട്ടും. 7 ലിറ്റർ ഏകദേശം സാധനം കിട്ടും. ഇപ്പോൾ നമ്മൾ സാധാരണ ചെറിയ ശമ്പളമുള്ളവർമാര്, സാധാരണക്കാർ, കൂലിപ്പണിക്കാർക്കൊക്കെ ഏറ്റവും നല്ലൊരു ഉപകാരമുള്ള സാധനമാണ്. ഇത്രയും കൂടുതൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇതേ സാധനം തന്നെ നമുക്ക് നല്ല ഹാർപ്പിക്ക് പോലെ തന്നെ നന്നായിട്ട് കൺസിസ്റ്റൻസിയൊക്കെ നന്നായിട്ടുണ്ട്. നല്ല കട്ടിയുള്ള സാധനമാണ്. കുറച്ച് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെന്തൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഇതൊരു ഉപകാരമായിട്ടെ. ഇതെല്ലാ കടകളിലും വാങ്ങാൻ കിട്ടുന്ന എല്ലാം മീൻസ് ഇതിനായിട്ട് ഷോപ്പുകൾ ഒരുപാടുണ്ട്. അതിലൊക്കെ നമുക്കിത് വാങ്ങാൻ കിട്ടും ഈ സാധനങ്ങൾ. അപ്പോൾ എല്ലാവരും ഇത് കിട്ടുകയാണെങ്കിൽ വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കുക. ഒരുപാട് ലാഭമാണ്.